എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മാർച്ച് 19, 20 തീയതികളിലെ ഇമ്പോർട്ടന്റ് കറണ്ട് അഫയേഴ്സ് ആണ്. നമുക്ക് ചോദ്യങ്ങളിലേക്ക് കടക്കാം. നമ്മുടെ ഒന്നാമത്തെ ചോദ്യം, ടേബിൾ ടെന്നീസിൽ ടോപ്പ് 50 റാങ്കിങ്ങിനകത്തെത്തുന്ന ആദ്യ ഇന്ത്യക്കാരൻ ആരാണ്? ടേബിൾ ടെന്നീസിൽ ടോപ്പ് 50 റാങ്കിങ്ങിനകത്തെത്തുന്ന ആദ്യ ഇന്ത്യക്കാരൻ ആരാണ്? അജന്ത ശരത് കമലാണ്. ആരാണ്? അജന്ത ശരത് കമലാണ് ടേബിൾ ടെന്നീസിലെ ടോപ്പ് 50 റാങ്കിങ്ങിനകത്തെത്തുന്ന ആദ്യത്തെ ഇന്ത്യക്കാരൻ. നമ്മുടെ രണ്ടാമത്തെ ചോദ്യം, കുട്ടികൾക്കിടയിൽ വ്യാപകമാകുന്ന ഈസിനോഫിലിക് മെനിഞ്ചൈറ്റിസ് എന്ന രോഗം പടർത്തുന്നത്? ക്വസ്റ്റ്യൻ എന്താണ്? കുട്ടികൾക്കിടയിൽ വ്യാപകമാകുന്ന ഈസിനോഫിലിക് മെനിഞ്ചൈറ്റിസ് എന്ന രോഗം പടർത്തുന്നത് ആരാണ്, അല്ലെങ്കിൽ ഏത് ജീവിയാണെന്നാണ് ചോദ്യം. ഏത് ജീവിയാണ്? ഒച്ചാണ് അത് പടർത്തുന്നത്. ഈസിനോഫിലിക് മെനിഞ്ചൈറ്റിസ് രോഗം പടർത്തുന്ന ആരാണ്? ഒച്ചാണ്. ഓർത്തിരിക്കുക. നമ്മുടെ മൂന്നാമത്തെ ചോദ്യം, പൊതു ഇടങ്ങളിലെ 3000 മാലിന്യ നിക്ഷേപ കേന്ദ്രങ്ങളെ ശുചീകരിച്ച് സൗന്ദര്യവൽക്കരണം നടത്തി ജനങ്ങൾക്ക് ഉപയോഗപ്രദമാക്കുന്ന ഇടങ്ങളാക്കി മാറ്റിയ പദ്ധതി? പൊതു ഇടങ്ങളിലെ 3000 മാലിന്യ നിക്ഷേപ കേന്ദ്രങ്ങളെ ശുചീകരിച്ച് സൗന്ദര്യവൽക്കരണം നടത്തി ജനങ്ങൾക്ക് ഉപയോഗപ്രദമായ ഇടങ്ങളാക്കി മാറ്റിയ പദ്ധതിയുടെ പേരെന്താണ്? സ്നേഹരാമമാണ്. പദ്ധതിയുടെ പേരെന്താണ്? സ്നേഹരാമം. നമ്മുടെ നാലാമത്തെ ചോദ്യം, വിഴിഞ്ഞം ഇന്റർനാഷണൽ സീ പോർട്ട് ലിമിറ്റഡിന്റെ പുതിയ സിഇഒ ആരാണ്? വിഴിഞ്ഞം ഇന്റർനാഷണൽ സീ പോർട്ട് ലിമിറ്റഡിന്റെ പുതിയ സിഇഒ ആരാണ്? ശ്രീകുമാർ കെ നായർ. ആരാണ്? ശ്രീകുമാർ കെ നായരാണ്. ഓർത്തിരിക്കുക. നമ്മുടെ അഞ്ചാമത്തെ ചോദ്യം, ലോകത്തെ ഏറ്റവും മലിനീകരിക്കപ്പെട്ട രാജ്യ തലസ്ഥാനം ഏതാണ്? ലോകത്തെ ഏറ്റവും മലിനീകരിക്കപ്പെട്ട രാജ്യ തലസ്ഥാനം ഏതാണ്? ഡൽഹിയാണ്. ഇന്ത്യയുടെ തലസ്ഥാനമായ ഡൽഹിയാണ് ലോകത്തെ ഏറ്റവും കൂടുതൽ മലിനീകരിക്കപ്പെട്ട രാജ്യ തലസ്ഥാനം. നമ്മുടെ ആറാമത്തെ ചോദ്യം, ലോക്സഭാ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പെരുമാറ്റച്ചട്ട ലംഘനം ഉൾപ്പെടെയുള്ള പരാതികളും ക്രമക്കേടുകളും അറിയിക്കാനുള്ള ആപ്ലിക്കേഷൻ. ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പെരുമാറ്റച്ചട്ട ലംഘനം ഉൾപ്പെടെയുള്ള പരാതികളും ക്രമക്കേടുകളും അറിയിക്കാൻ വേണ്ടി തുടങ്ങിയ ആപ്ലിക്കേഷന്റെ പേരെന്താണ്? സി വിജിൽ ആപ്പ്. എന്താണ്? സി വിജിൽ ആപ്പ്. ഓർത്തിരിക്കുക. ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. നമ്മുടെ ഏഴാമത്തെ ചോദ്യം, ലോക ഉപഭോക്തൃ അവകാശ ദിനം എന്നാണ്. ലോക ഉപഭോക്തൃ അവകാശ ദിനം എന്നാണ്? മാർച്ച് 15 ഓർത്തിരിക്കുക. നമ്മുടെ എട്ടാമത്തെ ചോദ്യം, ഇന്ത്യയിലെ ആദ്യത്തെ ആയുർവേദ കഫേ എവിടെയാണ് ആരംഭിച്ചത്? ഇന്ത്യയിലെ ആദ്യത്തെ ആയുർവേദ കഫേ എവിടെയാണ് ആരംഭിച്ചത്? ന്യൂഡൽഹിയിലാണ്. എവിടെയാണ്? ന്യൂഡൽഹി. നമ്മുടെ ഒമ്പതാമത്തെ ചോദ്യം, അടിസ്ഥാന സംരംഭകത്വം പ്രോത്സാഹിപ്പിക്കുന്നതിനായി നീതി ആയോഗ് ആരംഭിച്ച സംരംഭം. അടിസ്ഥാന സംരംഭകത്വം പ്രോത്സാഹിപ്പിക്കുന്നതിനായി നീതി ആയോഗ് ആരംഭിച്ച സംരംഭം ഏതാണ്? വോക്കൽ ഫോർ ലോക്കൽ. പ്രാദേശിക സമ്പദ് വ്യവസ്ഥയെ ശക്തിപ്പെടുത്തുന്നതിനും അടിസ്ഥാന സംരംഭകത്വം പ്രോത്സാഹിപ്പിക്കുന്നതിനുമായിട്ടാണ് ഈ പദ്ധതി സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ ഈ ഒരു സംരംഭം സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. നീതി ആയോഗിന്റെ ചെയർമാൻ ആയിട്ടുള്ള ആരാണ്? പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ്. നീതി ആയോഗ് രൂപീകൃതമായത് 2015 ജനുവരി 1 ആസ്ഥാനം എവിടെയാണ്? ഡൽഹിയിലാണെന്ന് ഓർത്തിരിക്കുക. നമ്മുടെ ചോദ്യം എന്തായിരുന്നു? അടിസ്ഥാന സംരംഭകത്വം പ്രോത്സാഹിപ്പിക്കുന്നതിനായി നീതി ആയോഗ് ആരംഭിച്ച സംരംഭം. സംരംഭം എന്താണ്? വോക്കൽ ഫോർ ലോക്കൽ. നമ്മുടെ 10ാമത്തെ ചോദ്യം, 2025 സ്പെഷ്യൽ ടൂറിസം ഇയർ ആയി ആചരിക്കാൻ തീരുമാനിച്ച രാജ്യം. 2025 സ്പെഷ്യൽ ടൂറിസം ഇയർ ആയി ആചരിക്കാൻ തീരുമാനിച്ച രാജ്യമാണ് ഇത്? നേപ്പാൾ. ഏത് രാജ്യമാണ്? നേപ്പാൾ. നമ്മുടെ 11ാമത്തെ ചോദ്യം, 2023 മാതൃഭൂമി സാഹിത്യ പുരസ്കാര ജേതാവ്. 2023 മാതൃഭൂമി സാഹിത്യ പുരസ്കാര ജേതാവാണ് ആര്? സക്കറിയ. ആരാണ്? സക്കറിയ. ഓർത്തിരിക്കുക. നമ്മുടെ 12ാമത്തെ ചോദ്യം, 33ാമത് സരസ്വതി സമ്മാൻ പുരസ്കാരത്തിന് അർഹനായത്. 33ാമത് സരസ്വതി സമ്മാൻ പുരസ്കാരത്തിന് അർഹനായത് ആരാണ്? പ്രഭാവർമ്മയാണ്. അദ്ദേഹത്തിന്റെ രൗദ്ര സാത്വികം എന്ന കൃതിക്കാണ് സരസ്വതി സമ്മാൻ ലഭിച്ചത്. സരസ്വതി സമ്മാൻ ലഭിക്കുന്ന മറ്റു മലയാളികളാണ് ആരൊക്കെ? ബാലാമണിയമ്മ, കെ അയ്യപ്പ പണിക്കർ, സുഗതകുമാരി. ബാലാമണിയമ്മയ്ക്ക് 1995 കെ അയ്യപ്പ പണിക്കർക്ക് 2005 സുഗതകുമാരിക്ക് 2012 സരസ്വതി സമ്മാൻ ലഭിക്കുന്നത്. 33ാമത് സരസ്വതി സമ്മാൻ, അതായത് 2023 സരസ്വതി സമ്മാൻ ലഭിച്ചത് ആർക്കാണ്? പ്രഭാവർമ്മയ്ക്കാണെന്നുള്ളതെന്ന് ഓർത്തിരിക്കുക. നമ്മുടെ 13ാമത്തെ ചോദ്യം, ലോക സന്തോഷ ദിനം എന്നാണ്? ഇന്റർനാഷണൽ ഡേ ഓഫ് ഹാപ്പിനെസ് എന്നാണ്? മാർച്ച് 20 എന്നാണ്? മാർച്ച് 20. നമ്മുടെ 14ാമത്തെ ചോദ്യം, ദേശീയ അന്വേഷണ ഏജൻസിയുടെ കേരളത്തിലെ പുതിയ ഓഫീസ് സ്ഥാപിതമായത് എവിടെയാണ്? ദേശീയ അന്വേഷണ ഏജൻസിയുടെ കേരളത്തിലെ പുതിയ ഓഫീസ് സ്ഥാപിതമായത് എവിടെയാണ്? കളമശ്ശേരിയിലാണ്. കളമശ്ശേരി ഏത് ജില്ലയിലാണ്? എറണാകുളം ജില്ലയിലാണ്. ഒന്ന് ഓർത്തിരിക്കുക. നമ്മുടെ 15ാമത്തെ ചോദ്യം,
200 കോടി ക്ലബിൽ ഇടം നേടിയ ആദ്യ മലയാള ചിത്രം ഏതാണ്? 200 കോടി ക്ലബിൽ ഇടം നേടിയ ആദ്യത്തെ മലയാള ചിത്രമാണ് ഏത്? മഞ്ഞുമ്മൽ ബോയ്സ്. ഏതാണ്? മഞ്ഞുമ്മൽ ബോയ്സ് ആണ്, ഓർത്തിരിക്കുക. നമ്മുടെ 16ാമത്തെ ചോദ്യം, റഷ്യയിലെ പുതിയ ഇന്ത്യൻ അംബാസിഡർ ആരാണ്? റഷ്യയിലെ പുതിയ ഇന്ത്യൻ അംബാസിഡർ ആരാണ്? വിനയ് കുമാർ ആണ്. റഷ്യയിലെ പുതിയ ഇന്ത്യൻ അംബാസിഡർ വിനയ് കുമാർ, ഓർത്തിരിക്കുക. നമ്മുടെ 17ാമത്തെ ചോദ്യം, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ 90ാമത് വാർഷികത്തോടനുബന്ധിച്ച് സർക്കാർ പുറത്തിറക്കുന്ന നാണയം. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ 90ാമത് വാർഷികത്തോടനുബന്ധിച്ച് സർക്കാർ പുറത്തിറക്കുന്ന നാണയമാണ് 90 രൂപയുടെ നാണയം. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ രൂപീകൃതമായത് 1935 ഏപ്രിൽ 1 ആൻഡ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം എവിടെയാണ്? മുംബൈയിലാണ്. ഈ 2 പോയിന്റ്സ് കൂടെ എക്സ്ട്രാ പോയിന്റ്സ് ആണ്, ഓർത്തിരിക്കുക. നമ്മുടെ 18ാമത്തെ ചോദ്യം, 2024 IQ എയർ പുറത്തുവിട്ട റിപ്പോർട്ട് പ്രകാരം ഏറ്റവും മലിനമായ രാജ്യം. 2024 IQ എയർ പുറത്തുവിട്ട റിപ്പോർട്ട് പ്രകാരം ഏറ്റവും മലിനമായ രാജ്യമാണ് ബംഗ്ലാദേശ്. 2ാം സ്ഥാനത്ത് പാകിസ്ഥാനും 3ാം സ്ഥാനത്ത് ഇന്ത്യയാണെന്ന് ഓർക്കുക. അപ്പം നമ്മുടെ വീഡിയോയുടെ അവസാനിക്കുകയാണ്. ഈ വീഡിയോയുടെ നോട്ട്സ് വേണമെങ്കിൽ നിങ്ങൾ നമ്മുടെ റൂട്ടഡ് ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. ആപ്പിൽ നോട്ട്സ് അവൈലബിൾ ആയിരിക്കും. LDCയുടെ ക്ലാസ്സുകൾ ഫ്രീ ആയിട്ട് തന്നെ ആപ്ലിക്കേഷൻ റൺ ചെയ്ത് പോകുന്നുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യുക? ആ ക്ലാസ്സുകൾ ഒന്ന് ഫോളോ ചെയ്തേക്കുക. അതുപോലെ തന്നെ കൂടുതൽ ഇൻഫോർമേറ്റീവ് വീഡിയോസിനും കറണ്ട് അഫയേഴ്സ് വീഡിയോസിനായിട്ട് നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. താങ്ക് യു.